എൻ്റെ വീട്ടിലെ സഹനം അപ്പുറത്തെ വീട്ടിലെ ആൾ അറിയരുത്. അത് അങ്ങനെ ആവണമെങ്കിൽ സ്നേഹം ഉണ്ടാവും. ആ സ്നേഹവും സഹനവും ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ത്രിത്വൈക ദൈവത്തിൻ്റെ ഒരു കവചം കൂടെ വെക്കണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളിങ്ങനെ സംരക്ഷിക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ സഹനം അത് പുറത്തേക്ക് പോകുന്നത് ത്രിത്വൈക ദൈവമായും സ്നേഹമായിട്ടാണ്. അങ്ങനെ കൊണ്ടുപോകാനായിട്ട് പറ്റണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ സ്നേഹിക്കുകയാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ സഹിക്കുകയാണ്. സഹിക്കാൻ പറ്റണം. എനിക്ക് എൻ്റെ ജീവിത പങ്കാളിയെ ഞാൻ സഹിക്കാം. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തോരം മേഖലകളിൽ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ സഹിക്കുന്നുണ്ട്. പക്ഷെ അതെനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. കാരണം എന്താണ്? അതെൻ്റെ ജീവിത പങ്കാളി, എൻ്റെ ജീവിതത്തിൻ്റെ പങ്കിങ്ങനെ ആളിക്കുന്നവനാണ്, കത്തിക്കുന്നവനാണ്, ചൂട് നൽകുന്നവനാണ്. അതുകൊണ്ട് എനിക്ക് ആ വ്യക്തി ഇഷ്ടമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ഒരു തലത്തിലേക്ക് നമ്മളുടെ ജീവിതത്തെ നമുക്ക് കാണാം.